നമുക്കൊരു മന്തി റെസിപ്പി കണ്ടു നോക്കിയാലോ? നമ്മൾ നെഹദിയിലൊക്കെ പോയി കഴിക്കണ അതേ മന്തി വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കട്ടാം. അപ്പം ഞാനതെന്ത് നിങ്ങൾ വിചാരിക്കുന്നത് ഒരു ബക്കറ്റിലാക്കി വെച്ചിരിക്കുന്നത്. എനിക്കൊരുന്നൊരു ഓർഡർ ഉണ്ടായിരുന്നിട്ടാ. അപ്പം ഞാനത് ബക്കറ്റിലേക്ക് വെച്ചിട്ട് ഫോട്ടോ എടുത്തതാണ്. അപ്പം ഞാൻ 1 കിലോ റൈസാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതിനൊരു ചിക്കൻ എടുത്തിട്ട് ഫുൾ ചിക്കനാണ് എടുക്കുന്നത്. അപ്പോൾ ഇതിനെ ഫോർക്കൊക്കെ വെച്ചിട്ട് നന്നായി കുത്തി കൊടുക്കുക. എന്നിട്ട് 4 ചിക്കൻ ക്യൂബ്, ഇതുപോലത്തെ ക്യൂബ് 4 എണ്ണം, പിന്നെ 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, അതേപോലെ ഒരു ടീസ്പൂൺ അര ടീസ്പൂൺ വിനാഗർ, ഇത്തിരി കളറ് ഒക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ്റെ മുകളിൽ നമുക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. കറക്റ്റ് മെഷർമെൻറ്റാണ്, ഉപ്പൊന്നും ഇടണ്ട പിന്നെ കേട്ടോ. തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. 1 മണിക്കൂർ സമയമെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി സമയമില്ലെങ്കിൽ 1/2 മണിക്കൂർ വെക്കണം എന്തായാലും കേട്ടോ. എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മളെ പിന്നെ ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് വേണം മൂടി വെച്ചിട്ട് വേവിക്കാനിട്ട്. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ചിക്കനായിട്ട് വരുള്ളൂ. ചിക്കൻ നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇത് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള റൈസ് റെഡിയാക്കാം. അതിനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കിലോ അരിയിലേക്ക് 2 സവാളയാണ് കേട്ടോ. കുത്തി അരിഞ്ഞ് 2 സവാള ഇട്ട് കൊടുത്തിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അപ്പോഴത്തേന് നമ്മളെ ചിക്കന് ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ തന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പിന്നെ മൂടി വെച്ച് വേവിച്ചെടുക്കുക. അങ്ങനെ എല്ലാ ചിക്കനും അങ്ങനെ ചെയ്തെടുക്കട്ടോ. അപ്പം നമ്മളെ സവാള ഏകദേശം വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു വലിയ ക്യാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്തത് അതും കൂടി ഇട്ട് കൊടുക്കുക. അതേപോലെ മന്തി മസാല ആണെങ്കിൽ മന്തി മസാല ഇട്ട് കൊടുക്കുക, അതില്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1 കപ്പ് അരിയിലേക്ക് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ. അപ്പം എനിക്ക് 3 കപ്പ് അരിയാണ് ഉണ്ടായിരുന്നത്. അപ്പം 4.5 കപ്പ് വെള്ളം. അപ്പോൾ അതിന് 4 കപ്പ് വെള്ളവും അതേപോലെ 3 തക്കാളി നമുക്ക് അടിച്ചെടുക്കണം. 1 കിലോ അരിയിലേക്ക് 3 തക്കാളിയാണ് വേണ്ടത്. അപ്പോൾ ആ തക്കാളി അടിച്ചെടുത്തിട്ടുള്ള 1/2 കപ്പ് തക്കാളി അടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ 4.5 കപ്പാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ക്രഷ് ചെയ്തിട്ടുള്ള കുരുമുളക് 2 ടീസ്പൂൺ അത് ഇട്ട് കൊടുക്കുക. ഡ്രൈ ലെമൺ 2 എണ്ണം ഇട്ട് കൊടുക്കണം. 1 കിലോ റൈസിലേക്ക് 2 ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കണം കേട്ടോ. കറക്റ്റ് മെഷർമെൻ്റാണ് ഇട്ട് ഇതേപോലെ തന്നെ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളത്തിന് മൂടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന റൈസ് ഇതിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒക്കെ കൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 15 മിനിറ്റോളം നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. 15 മിനിറ്റ് കഴിഞ്ഞ് നമ്മളെ മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മളെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിൽ ഇത്തിരി വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയും കളറും മിക്സ് ചെയ്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതേപോലെ എന്നിട്ട് നമ്മൾ വേവിച്ച് റെഡിയാക്കി വെച്ചിരിക്കണം നമ്മളെ ചിക്കൻ ഇതിൻ്റെ മുകളിൽ നിരത്തി വെച്ച് കൊടുക്കട്ടെ. പിന്നെ സെൻറ്ററിൽ പച്ചമുളക് കുത്തി കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് ചാർക്കോൾ ഉണ്ടെങ്കിൽ ചാർക്കോൾ ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് അത് പുകയിച്ച് കൊടുക്കുക. ഇല്ലെങ്കിൽ ചിരട്ടക്കണ്ണലായാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചിക്കൻ വേവിച്ചിട്ടുള്ള ആ ഓയിലുണ്ടല്ലോ, ഓയിൽ മാത്രമല്ല ഇട്ടത്, ചിക്കനിൽ വെള്ളമുണ്ട്. അത് ചിക്കൻ്റെ മുകളിലായിട്ട് അത് നമുക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. റൈസിൻ്റെ മുകളിലേക്ക് ആക്കരുത് കേട്ടോ. ചിക്കൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, കറക്റ്റ് മെഷർമെൻറ്റാണ്. ഇതുപോലെ പുകച്ചെടുക്കട്ടെ. മൂടി വെച്ചിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ നേരം നമുക്ക് ഒരു പഴയ പാന് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് ദം ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് കറക്റ്റ് ഇതിൻ്റെ വേവ് റെഡിയാവുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.